കുഞ്ഞിന്റെ അച്ഛന്റെ അടുത്ത ബന്ധുവിനെയാണ് കേസിൽ പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ 4 വയസ്സുകാരി ക്രൂര ബലാത്സംഗമാണ് നേരിട്ടതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. കുഞ്ഞുമായുള്ള അടുപ്പം മുതലെടുത്ത് വീട്ടിലെത്തിച്ച് നിരന്തരം ചൂഷണം ചെയ്തതായി പ്രതി സമ്മതിച്ചിട്ടുണ്ട്. കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപും കുഞ്ഞ് ഉപദ്രവം. എല്ലാവർക്കും ഫാമിലി സ്റ്റാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന്. മഴയായതുകൊണ്ട് കുറച്ച് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട് അംഗനവാടിയിൽ പോകുന്ന കുഞ്ഞിനെ അമ്മ പുഴയിലേക്ക് എറിഞ്ഞു. അമ്മ എന്ന ഉച്ചാരണം നമുക്ക് വേണ്ട, കാരണം അവൾക്ക് അമ്മ എന്ന പേരിന് അവൾ ഒരിക്കലും അർഹതയല്ലാത്തൊരു സ്ത്രീ തന്നെയാണ്. കാരണം സന്ധ്യ എന്നാൾ പുഴയിലേക്ക് എറിഞ്ഞ് കൊന്ന ആ കുഞ്ഞിൻ്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, നമുക്ക് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ആ കുഞ്ഞ് 1.5 വർഷമായിട്ട് പീഡനത്തിന്, ശാരീരികമായിട്ടുള്ള പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അപ്പം തന്നെ നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കൂ. 1.5 വർഷം എന്ന് പറയുമ്പോൾ ആ കുട്ടി 4 വയസ്സിലാണ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. 3.5-4 വയസ്സിലാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പം 1.5 വർഷം എന്ന് പറയുമ്പോൾ അതിനു മുന്നേ ആ കുഞ്ഞ് ശരീരഭാഗങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതിനു മുന്നേ 1.5 വർഷമായിട്ട് ഇവൻ പീഡിപ്പിക്കുകയായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പോലുള്ള മറ്റവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവൻ ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തിറങ്ങി ചെയ്യുക തന്നെ ചെയ്യത്തുള്ളൂ, ചെയ്യാതിരിക്കത്തൊന്നുമില്ല. കാരണം ആ കുഞ്ഞ് അനുഭവിച്ച വേദന എത്രത്തോളമാണ്, ആ കുഞ്ഞു ജീവൻ എന്തൊക്കെ വേദനകൾ സഹിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം ഈ അമ്മ എറിഞ്ഞു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. കുഞ്ഞ് ഹൃദയാഘാതത്തെ തുടർന്നുകൂടിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. വെള്ളം കുടിച്ച് മാത്രമല്ല, അത്രയധികം ആ കുഞ്ഞ് പേടിച്ച് പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ പുഴയിലേക്ക് എറിഞ്ഞ് ആ നിമിഷം, ആ വെള്ളം കുടിച്ച നിമിഷം അത്രയധികം കുഞ്ഞ് പേടിച്ചിട്ടുണ്ട്. ആ വേദന, അതിലുപരി 1.5 വർഷം കൊണ്ട് ഒരു വിധത്തിൽ ആ ജീവൻ പോയത് നല്ലതായിരുന്നു. കാരണം 1.5 വർഷം കൊണ്ട് ആ പീഡനം, എന്തോരം വേദന ആ കുഞ്ഞ് സഹിച്ചു കാണും. ഞാൻ ചോദിക്കുന്നത് ഇത്രയുമുള്ളൂ, ഈ കുഞ്ഞിൻ്റെ അമ്മ എന്ന് പറയുന്ന ഇവള് ഇതൊന്നും അറിയാതെയാണോ നടന്നിരിക്കുന്നത്? കാരണം ഇവള് മൊഴി നൽകിയ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതോടെ കണ്ടിട്ട് നമുക്ക് ഒറ്റപ്പെടുത്താൻ കാരണം ഒറ്റപ്പെടുത്തൽ എന്ന മൂഴിക്കുളത്തെ കുഞ്ഞിന്റെ അമ്മ. ഭർത്തൃ വീട്ടുകാർ തന്നെ ഒറ്റപ്പെടുത്തി നിർത്തിയെന്നും കുട്ടികളുമായി പോലും അകറ്റാൻ ശ്രമിച്ചുവെന്നും അമ്മയുടെ മൊഴി. ബിനിലുണ്ട് ഇതിന്റെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം. ബിനിൽ, ഗുഡ് മോർണിംഗ്. കുട്ടികളുമായി അകറ്റാൻ ശ്രമിച്ചു എന്നൊരു ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അമ്മ അവൾ മിണ്ടാതിരിക്കുകയായിരുന്നു, അവൾ വാ മൂടി കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നും അവൾ മൊഴിയുന്നില്ലായിരുന്നു. ഈ വിഷയം കൂടെ കഴിഞ്ഞതിന് ശേഷം അവൾ വാ തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ കൊടുത്തേക്കുന്ന മൊഴിയാണ്. അതിന് മുന്നേ ന്യൂസ് ചാനലും അതിലൂടെ വരുന്നുണ്ടായിരുന്നു അമ്മ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം നടന്നതെന്ന്. പക്ഷേ ഇതിന് ശേഷം അമ്മയുടെ മൊഴി വന്നതിന് ശേഷം നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അമ്മ പറയുന്നത് ഈ പീഡന വിവരം അമ്മ അറിഞ്ഞിട്ടില്ല. 1.5 വർഷമാണ്, ഒരു ദിവസമല്ല പീഡിപ്പിച്ചത്. അതും മരിക്കുന്നതിൻ്റെ തലേന്ന് കൂടി കുഞ്ഞ് പീഡനത്തിനിരയായിട്ടുണ്ട്. 1.5 വർഷമാണ്, ഒരു ദിവസമാണ് പോട്ടെ, അമ്മ അറിഞ്ഞില്ലെന്ന് നമുക്ക് പറയാം. 1.5 വർഷമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇവളൊരു അമ്മയല്ലേ? ഒരു കുഞ്ഞിനെ കുളിപ്പിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, കൊഞ്ചിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുഞ്ഞിൻ്റെ ശരീരത്ത് വരുന്ന മാറ്റങ്ങളും പാടുകളും കാര്യങ്ങളും ഒന്നും അറിയാതിരിക്കണമെങ്കിൽ ഇവൾ അതുപോലെ ആ കുഞ്ഞിനെ ശ്രദ്ധിക്കാത്തവൾ തന്നെയായിരുന്നു. ഇവിടെ ഭാഗത്ത് ഒരു മനുഷ്യനും ന്യായമായിട്ട് വരരുത്. ഒരു അമ്മ കുഞ്ഞിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മാറ്റങ്ങളും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങളും മനസ്സിലായില്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് പോട്ടേന്ന് വെക്കാം. പക്ഷേ കുഞ്ഞിൻ്റെ ശരീരത്തുണ്ടാകുന്ന മുറിവ് പാടുകൾ പോലും അമ്മ കണ്ടില്ല എന്ന് പറഞ്ഞാൽ, രക്തസ്രാവം വരെ ഉണ്ടായിരുന്നു, അതൊന്നും അമ്മ അറിഞ്ഞിരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അമ്മ എന്താണ്? അപ്പം ആ അമ്മ കുഞ്ഞിനെ പരിചരിച്ചിട്ടില്ല, ആ കുഞ്ഞിനെ സ്നേഹിച്ചിട്ട് പോലുമില്ല. ഇനി അവളും കൂടെ അറിഞ്ഞുകൊണ്ട് കൂട്ടിക്കൊടുത്തതാണോ എന്ന് പോലും നമുക്കറിയത്തില്ല. ഇനി ഇവൾ പറയുന്ന ഇവിടെ വായിന്ന് വരുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇവൾ ഓൾറെഡി ഈ കാര്യം കൂടെ പോസ്റ്റ്മോർട്ടത്തിൽ പുറത്തായതുകൊണ്ട് ഇവൾ ഇനി ഒന്നും മിണ്ടാതിരിക്കത്ത തന്നെ. ഞാൻ ചോദിക്കട്ടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും തമ്മിലുള്ള അസ്വാരസ്യങ്ങളെല്ലാം കൂടപ്പിറപ്പുകൾ മുതലെടുത്തു എന്ന് തന്നെ പറയാം. വേറെ ആരുമല്ല, അച്ഛൻ്റെ അനിയൻ തന്നെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത്. അതായത് കൊച്ചച്ഛൻ, ഏത് സമയം അവൾ കൊച്ചച്ഛൻ്റെ കൂടെ നടക്കത്തുള്ളൂ, കൊച്ചച്ഛൻ്റെ കൂടെയാണ് കടന്നുറങ്ങുന്നത്, കൊച്ചച്ഛൻ കുളിപ്പിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവൾ വഴക്കുണ്ടാക്കുന്നു, ഇവിടെ തോന്നിയ രീതിയിൽ ഇവൾ ഇറങ്ങിപ്പോകുന്നു, അവൻ കുടിച്ച് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞാണ് ഇത്രയും അധികം ജീവൻ, അതുപോലെ വേദന സഹിച്ചത് ആ കുഞ്ഞ് മാത്രമാണ്. കാരണം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം കൂടെയുള്ളവൻ മുതലെടുക്കുന്നു. കാരണം അവിവാഹിതൻ കൂടിയാണ് അവനപ്പോൾ അവൻ്റെ സോക്കേട് മുഴുവൻ ആ കുഞ്ഞിൽ തീർത്തു എന്ന് പറയാം. ആ കുഞ്ഞിൻ്റെ ജീവനും അതിൻ്റെ ശരീരഭാഗങ്ങളൊക്കെ ആലോചിച്ച് നോക്കിക്കാം. അപ്പം ഇതുപോലുള്ള കാമവര്യന്മാർ ഒരുപാടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിൽ നടന്നൊരു പ്രശ്നത്തെക്കുറിച്ച്
വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ ആ പ്രശ്നത്തെക്കുറിച്ച് വീഡിയോ ഇട്ടതിന് ശേഷം അതിന് റീച്ചേ കിട്ടില്ല. ഏകദേശം ഒരു 48 വ്യൂ ആണ് അതിന് റീച്ച് കിട്ടിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും. അതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുട്ടികളെ നമ്മൾ അതുപോലെ സേഫ് ചെയ്യണം, ഒരു മനുഷ്യരുടെ അടുത്ത് വിടരുത്, ഗുഡ് ടച്ചും ബാഡ് ടച്ചും എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ആ വീഡിയോസിനൊന്നും റീച്ച് കിട്ടത്തില്ല. ഇതുപോലുള്ള എന്തെങ്കിലും തോന്നിവാസ വീഡിയോസിനും കാര്യങ്ങൾക്കും ഒക്കെ ആണെങ്കിൽ ആൾക്കാർ ചാടി കയറി നോക്കും. അങ്ങനെ നല്ല ഒരു വീഡിയോസിനൊന്നും ഒരിക്കലും വ്യൂ കിട്ടാൻ പോകുന്നില്ല. അറിയാം, ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താ പറയുക, നമ്മുടെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്തതാണ്. ആ കുഞ്ഞു മനസ്സിൽ അത്രയും പീഡനമാണ് എന്ന് പോലും അതിനറിയാത്ത പ്രായമാണ്. പേടിച്ചിട്ടായിരിക്കാം അത് ആരോടും പറയാതിരുന്നത്. പക്ഷെ അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനിയും സംഭവിക്കാനുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ അഭിനയ സിംഹത്തിന്റെ ഒരു വീഡിയോയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാം കേട്ടോ. ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്ന കൊച്ചൻ. ഈ വീഡിയോ കണ്ടപ്പോൾ കണ്ട ആ നാറിയുടെ കരച്ചിൽ കണ്ട എങ്ങനെ പറയാതിരിക്കാം. അച്ഛൻ കരയുന്നതിനെക്കാട്ടി ഉപരി അവൻ കടന്ന് അല്ലറി കരയുകയാണ്. അതിനുശേഷം കുഞ്ഞിന്റെ ശവടക്കിന്റെ സമയത്തും അവനെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ. അപ്പോൾ അവൻ എന്തിന്റെ സോക്കേടാണെന്നറിയാം. ഒരു വിധത്തിൽ അവൻ കിടന്ന് ആഞ്ഞ് കരയുന്നതിന്റെ കാര്യം എന്നറിയാം. ഇനി എനിക്ക് ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ കിട്ടത്തില്ലല്ലോ, എൻ്റെ സോക്കേട് ഞാൻ ഇനി എവിടെ കൊണ്ട് തീർക്കും, ആ കുഞ്ഞു ജീവൻ കൂടി പോയല്ലോ, ഇനി ഞാൻ എവിടെ കൊണ്ട് തീർക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതുപോലുള്ള നാറികളൊക്കെ കടന്ന് കരയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ആ വീഡിയോയ്ക്ക് ഒന്ന് ഒരു റീച്ച് ഞാൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ഈ നമ്മളെല്ലാവരെയും സൂക്ഷിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ സൂക്ഷിക്കണം. സത്യം പറഞ്ഞാൽ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമ്മ അറിയാതെ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ കുഞ്ഞിൻ്റെ ശരീരം പോലും ഇവിടെ നോക്കുന്നില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന് കുളിപ്പിക്കുമ്പോൾ തന്നെ ഒരു മുറിവ് പാടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോക്കത്തില്ല. അതുപോലെ നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ തമ്മിലുള്ള വഴക്കിനിടയിൽ ഇവൻ ശരിക്കും മുതലാക്കി എന്ന് തന്നെ പറയും. ഇവൻ്റെ സ്നേഹമൊക്കെ അഭിനയിച്ച് കൊച്ചച്ഛനല്ല ആരും സംശയിക്കത്തില്ല. ഇതാണ് എല്ലാവർക്കും പറ്റുന്ന തെറ്റ്. അതുപോലെ തന്നെ അമ്മയുടെ മൊഴി കണ്ടോ, എന്നാ അതായത് അച്ഛൻ്റെ വീട്ടുകാർ കൊച്ചു മരിച്ചെന്ന് പറഞ്ഞാൽ അവരത്രയും വിഷമിക്കണം. കാരണം ഒറ്റപ്പെടൽ സഹിച്ചു. വേറെ ഒരാളെ അച്ഛൻ കല്യാണം കഴിക്കാൻ വന്നു, ഭർത്താവ് കല്യാണം കഴിക്കാൻ വന്നു. ആ ദേഷ്യത്തിൻ്റെ പുറത്താണ് പെൺകുഞ്ഞ് എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് അവളെടുത്ത് പുഴയിലിറങ്ങി. അതിനവൾ പുഴയിലല്ല എറിയേണ്ടത്. ഒന്നെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് അവളും അവിടെ കൊച്ചും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലെങ്കിൽ ഈ മറ്റവനെ അവൾ വെട്ടിക്കൊന്നിരുന്നെങ്കിൽ പോലും ഞാൻ സഹിതം എല്ലാ ആൾക്കാരും അവളെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിലെല്ലാം അവൾ ഏറ്റവും നല്ലൊരു അമ്മയാണെന്ന് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞത്. പക്ഷെ അവൾ എന്താണ് ചെയ്തത്, സ്വന്തം കുഞ്ഞിനെയാണ് പുഴയിലിറങ്ങുന്നത്. എന്തോരം വേദന സഹിച്ചു. ഈ ഇത്രയും പ്രായത്തിൽ ഒരുപാട് വേദന സഹിച്ച് തന്നെയാണ് ആ കുഞ്ഞ് പോയിരിക്കുന്നത്. ആ പീഡനത്തിനിരയായെന്ന് പറയുമ്പോൾ അത് ആരോടും പറയാതെ, അതിനാരോടും പറയാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, അംഗൻവാടിയിലാണെങ്കിലും കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് കുഞ്ഞു പിള്ളേർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക തന്നെ ചെയ്യണം. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെ നമ്മൾ സേഫായിട്ട് വെക്കുക തന്നെയാണ് ചെയ്യണം. നമ്മുടെ പെൺമക്കളാണ്, നമ്മുടെ ബന്ധുക്കാരാണ്, അച്ഛൻ്റെ അനിയനാണ്, മാമൻ ആരായിക്കോട്ടെ, ആരുടെയും കയ്യിൽ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു ശ്രദ്ധ കൂടി വേണം. അല്ലാതെ നമ്മൾ തോന്നിയ പോലെ ഇറങ്ങിപ്പോയിട്ട് കുഞ്ഞിനെ ഒരു ആണിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ തോന്നിയ പോലെ പോയിട്ട് വരികയല്ല ചെയ്യുന്നത്. അത് ഇന്നത്തെ കാലമാണ്. ആരുടെ മനസ്സിൽ എപ്പോഴാണ് നെഗറ്റീവ് തോട്ടും കാര്യങ്ങളും വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ ആ വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞു മക്കളെ അവർക്ക് ഒരു അറിവാകുന്ന പ്രായമുണ്ടല്ലോ, ആ സമയം തൊട്ട് നമ്മുടെ ശരീരത്തെ ആരെങ്കിലും ഏത് ശരീര പാർട്സിൽ തൊട്ടാൽ അത് ഗുഡ് ടച്ചാണ് അല്ലെ ബാഡ് ടച്ചാണ്, ഇങ്ങനെയുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ആരെങ്കിലും ശരീരത്തിൽ തൊട്ടാൽ അത് അമ്മയോടോ അച്ഛനോടോ പ്രത്യേകം വന്ന് പറയണം. ആരോട് പറഞ്ഞില്ലെങ്കിലും അമ്മയോട് അത് പ്രത്യേകം വന്ന് പറയണം എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ വളർത്തുക തന്നെ ചെയ്യണം ഇനിയുള്ള കാലത്ത്. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുപോലെയുള്ള ന്യൂസും കാര്യങ്ങളും ഇനിയും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിന് ശേഷം വന്നൊരു ന്യൂസും കൂടെ ഞാൻ കാണും. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇനിയുള്ള കാര്യങ്ങൾ ഇതുപോലെ ഇനിയും നടന്നുകൊണ്ട് തന്നെ ഇരിക്കത്തുള്ളൂ. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ വികാരം ഉള്ളത്. കുഞ്ഞു കുട്ടികളൊന്നും ആരെന്നോ ഇല്ല, എവിടെ തീർക്കണമെന്ന് പറഞ്ഞാണ് ആൾക്കാർ നടക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഞാൻ പറയണം, നമ്മുടെ കുഞ്ഞുങ്ങളെ സേഫാക്കി വെക്കാവുന്നതിന് പരമാവധി സേഫാക്കുക. നമ്മുടെ വെല്ലിച്ചന അങ്ങനെ ആരാണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ആരുടെയും കയ്യിൽ ഒറ്റയ്ക്ക് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് നമ്മളെ എവിടോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. ഇത് കണ്ടോ, അത്രയും പ്രായം ചെന്ന ആ മുതുകളവൻ്റെ സോക്കേട് കണ്ടോ. അപ്പോൾ ഉള്ളവന്മാർ ജയിലിൽ പോവുക, സുഖഭക്ഷണം കഴിക്കുക, ഒന്നും അവന്മാരുടെ ശരീരത്തിനൊന്നും ഒന്നും പറ്റുന്നില്ല. എന്തൊക്കെ ചെയ്താലും നമ്മുടെ ഈ നീതിയുടെ കുഴപ്പം തന്നെയാണ്, നമ്മുടെ നിയമത്തിൻ്റെ കുഴപ്പം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ യുവമാരുടെയൊക്കെ സാമാനം ചെത്തി കളയുകയാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ കുഞ്ഞു മക്കളെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരഭാഗങ്ങളൊന്നും ആലോചിച്ച് നോക്കുക, കുഞ്ഞു ശരീരം, അതിൻ്റെ അകത്ത് ഈ സോക്കേട് തീർക്കുന്ന യുവമാരെയൊക്കെ എന്നാണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇത്. പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് വന്ന ന്യൂസാണിത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ന്യൂസ് വരും, അതുപോലെ ഒരുപാട് ന്യൂസ് വരും.
അപ്പോൾ തന്നെ ഇന്നലെ തന്നെ ആണ് പൊന്മുടിയിലെങ്ങാണ്ട് കാടിനുള്ളിൽ സ്വന്തം അച്ഛൻ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന്. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുഞ്ഞതൊന്നൊന്നുമില്ല, കുഞ്ഞു ശരീരമോ കുഞ്ഞു പിള്ളേരെന്നോ ഒന്നുമില്ല. അപ്പം നമ്മുടെ മക്കളെ നമ്മൾ സേഫ് ആക്കി വെക്കുക. എനിക്കത് കാരണം ഈ വീഡിയോ ഒന്നും കൂടി ഇതിൻ്റെ പേരിൽ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനിയെങ്കിലും നമ്മുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പെൺകുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതുപോലെ കെയർ ചെയ്യുക. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കുക. കാരണം ഇപ്പോൾ സ്കൂളുകളിലും അതുപോലെ തന്നെ അംഗനവാടി തൊട്ട് സ്കൂളുകളിൽ വരെ അതിനുള്ള ട്രെയിനിങ്, പ്രത്യേക ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം. പെൺകുട്ടികളെ എങ്ങനെ സേഫായിട്ടിരിക്കണം, എന്തെങ്കിലും സംഭവിച്ചോ അത് വീട്ടുകാരോട് വന്ന് പറയുന്നത് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പ്രത്യേകിച്ച് അമ്മ എന്ന രീതിയിൽ നമ്മൾ കുട്ടച്ചും പാട്ടച്ചും എല്ലാം സകല കാര്യങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന വർത്തമാനങ്ങളാണെങ്കിലും സകലതും അമ്മയോട് വന്ന് പറയാനും, പേടിച്ചിരിക്കരുത്, ഭയന്നിരിക്കരുത്, അങ്ങനെ സകല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇനിയെങ്കിലും പറഞ്ഞു കൊടുത്ത്. കാരണം ഒന്നിനൊന്നിന് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഒരു ന്യൂസ് കഴിഞ്ഞപ്പോൾ അതോടെ നിൽക്കുകയല്ല. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം പോലീസുകാർക്കൊന്നും ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം, നാട്ടുകാർ അടിച്ചു കൊല്ലാനുള്ളൊരു നിയമം വരുവാണെങ്കിൽ ഇവന്മാരുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനം, അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും ഒരു തീരുമാനം. ആ കുഞ്ഞു ജീവൻ ഇത്രയും നാളുകൾക്കുള്ളിൽ അനുഭവിച്ച് തീർത്ത വിഷമങ്ങളും വേദനകളും എല്ലാം ആ കുഞ്ഞു ശരീരം അനുഭവിച്ചത് സത്യം പറഞ്ഞാൽ നമുക്ക് കരച്ചിൽ തന്നെയാണ് വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക എല്ലാവരും. ഇനിയൊന്നും ആലോചിച്ചിട്ട് എന്ത് കാര്യമല്ല. അത് ജീവൻ അത്രയും വേദനകൾ സഹിച്ച് അത് പോയി. അതിൻ്റെ അമ്മ എല്ലാത്തിനും കൂട്ട് നിൽക്കുക തന്നെയാണ് ചെയ്തത്. അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇതിൻ്റെ അകത്ത് കൂട്ട് നിൽക്കുക തന്നെയാണ് ചെയ്തത്. കാരണം ഒരമ്മ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നാണം കെട്ടൊരു കാര്യമാണ്. കാരണം ആ അമ്മ അത്രയുമാണ് ആ കുഞ്ഞിനെ സ്നേഹിച്ചതെന്ന് നമ്മൾ ഓർപ്പിച്ചാൽ മതി. നമ്മുടെ കുഞ്ഞിനെ എല്ലാവരും കെയർ ചെയ്യാൻ ശ്രമിക്കുക, പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക.